ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമാണല്ലോ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഒരു വിശേഷം. അപ്പോൾ നാളെ ഓണമാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും ഓണത്തിൻ്റേതായ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയാക്കി ഇങ്ങനെ വരുന്നു. അത്തപ്പൂക്കളും ഊഞ്ഞാലാട്ടവും സദ്യയും. പക്ഷെ അതിനിടയ്ക്ക് മറന്നു പോകുന്ന ചിലരുണ്ട്. ഈ ഡ്രൈവർമാരൊക്കെ എന്ന് പറയുമ്പം ഓണമൊന്നും എല്ലാ പ്രാവശ്യവും ഘോഷിക്കണമെന്നില്ല. കാരണം എനിക്കിപ്പോൾ പറ്റിയല്ല. നാളെ ഇപ്പം തിരുവോണം ആയിക്കൊണ്ട് വീട്ടിലുള്ള ഭക്ഷണം കഴിക്കാതെ നാളെ എനിക്കിപ്പോൾ കൊല്ലം പോകണം. ഇപ്പോൾ പോയിട്ട് വന്നിട്ട് രാത്രിയാകും വരുമ്പം. അപ്പം നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ ഈ ഓണർമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട. നമുക്കും വീടും കുടുംബവും ഒക്കെ ഉണ്ട്. അവരുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ജീവിതം അവരിലൂടെ ജീവിക്കുന്നുണ്ട്, അല്ലെ അവരുടെ ശമ്പളം മേടിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യനും ഇങ്ങനെ വീട്ടിലൊക്കെ പോകണം, അച്ഛൻ്റെ അമ്മയുടെ കൂടി ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്തകളൊന്നും ഇല്ലാത്തൊരു സമൂഹമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അവനവൻ്റെ കാര്യം മാത്രം. ഒരു നല്ലൊരു ഓണമായിട്ട് അച്ഛനും അമ്മയ്ക്കും ഒരു ഓണക്കോടിയൊക്കെ മേടിച്ച് കൊടുത്ത് അവർക്ക് എത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ലല്ലോ. അപ്പം ഒന്ന് സന്തോഷിപ്പിച്ച് അവരുടെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ മക്കളെയൊക്കെ അത് കാണിച്ച്, നമ്മുടെ മക്കളൊക്കെ അത് കണ്ടു വളരുമ്പോഴാണ് അവർ വലുതാകുമ്പോഴും അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നൊരു ഓണം, ആ ഒരു സമ്പ്രദായം വരുന്നത്. എല്ലാവർക്കും ഇത് ജാതിമത ഭേദമന്യേ ഇത് നമ്മുടെ കേരളീയരുടെ ദേശീയോത്സവമാണ് ഓണം എന്നല്ലേ. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇവരുടെയൊക്കെ മനസ്സിൽ അവരവരുടെ കാര്യങ്ങൾ മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെന്നൊക്കെ പറഞ്ഞ ഒരു അവിഭാജ്യ ഘടകമേ അല്ല. നമുക്ക് ജീവിതങ്ങളില്ല, മജ്ജയില്ല, മാംസമില്ലാത്ത രീതിയിൽ പലപ്പോഴും പെരുമാറുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം ഡ്രൈവർമാരൊക്കെ ഇപ്പോൾ എനിക്കറിയാം, ഞാൻ മാത്രമല്ല എത്രയോ ഡ്രൈവർമാർ ഒരു ഓണം ഘോഷിക്കണം, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒത്തൊരു യാത്ര പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ കൊണ്ട് ഇതൊന്നും നടക്കാതെ വഴിമുട്ടി പാതി വഴി നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളൊക്കെ ഒരുപാടുണ്ട്. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളും ആഗ്രഹങ്ങളില്ലേ, ഇവരൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യണം. പക്ഷേ അതൊക്കെ വെറൊരു അസ്തമയം പോലെ മങ്ങിയ ഇരുണ്ട ആ ഒരു കറുത്ത രാത്രികളിലൂടെ യാത്ര ചെയ്യും നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. ശരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന വാക്കിനോട് യോജിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ. ഒന്ന് ചൂണ്ടിക്കാണിക്കണം. അപ്പം ഒരു ഓണമായിക്കൊണ്ട് നമുക്ക് ഓണമില്ല, നിങ്ങൾ ഓണമൊക്കെ ഉള്ളവരൊക്കെ അടിച്ചു പൊളിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞ പോലെ നല്ല ചിന്താഗതിയും നല്ല ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം. ഞമ്മക്കില്ലെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം വേണം. എല്ലാവരും അടിച്ചു പൊളിക്കുക. എല്ലാവരും കമൻറ്റുകളും ഒക്കെ ചെയ്യുക, വിഷ് ചെയ്യുക.